എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ആര്യന്റെ പുറകെ നടന്ന് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഷോ ചേച്ചി, ഒരു ആവശ്യവും ഇല്ല. ഷാനവാസിന്റെ മുന്നിൽ ഒരു നല്ല പിള്ള ചമയാൻ വേണ്ടിട്ട് ഉടനെ പറയുന്നുണ്ട് അക്ബറാണ് ഷാനവാസിന് പറഞ്ഞത്. അതെ, നമ്മൾ പോലും ചിന്തിച്ചത് നിങ്ങൾ ഷാനവാസിനെ പിണക്കരുത്, പുള്ളിക്കാരന് നല്ല ഫാൻ ബേസ് പുറത്തുള്ളത്, നിങ്ങൾക്ക് ഈ ദോഷം ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോഴ് അതിലേക്ക് ചിന്തിക്കും, ഓ ഇത്രയും നല്ല മനസ്സിന് ഉടമയായിരുന്നു ലക്ഷ്മി. അടുത്ത് ജയിലിൽ കിടക്കുമ്പോൾ അനീഷിനോട് അതിന്റെ നടുക്കൂടെ ചെന്ന് ആ കയറിന്റെ നടുക്ക് അത് സത്യം പറഞ്ഞു സ്ട്രാറ്റജിയാണ് ചേച്ചി. ഇതിപ്പം പലരും പറയുന്നുണ്ട് പുള്ളിക്കാരന് നല്ല രീതിയിൽ അറിയാം എന്താണ് ആ ബിഗ് ബോസിനകത്ത് നടക്കുന്നത്, എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്, എങ്ങനെയാണ് കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട് എനിക്ക് ഫുഡിനോട് ഭയങ്കര ക്രേസ് ആണെങ്കിൽ പോലും ബിഗ് ബോസിന് തീരാനായിട്ട് വെറും ഒരു 3 ആഴ്ച മാത്രമേ ഉള്ളൂ. 3 ആഴ്ച തികച്ചില്ല എന്ന് തന്നെ പറയാം. പുതിയൊരു എവിക്ഷൻ നോമിനേഷനൊക്കെ നടന്നിരിക്കുകയാണ്. ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഷാനവാസ്, നൂറ, ലക്ഷ്മി, നെവിൻ, ആര്യൻ, അക്ബർ, ഇത്രയും പേരാണ് വന്നിരിക്കുന്നത്. ചേച്ചിയുടെ ഒരു അനാലിസിസ് വെച്ചിട്ട് ആരായിരിക്കും അതിൽ എടുത്തു കളയേണ്ടത് കുറേ എണ്ണം ഉണ്ട്. എന്നാലും ഈ ആഴ്ച ഏറ്റവും പെട്ടെന്ന് എടുത്തു കളയേണ്ടത് ഒന്ന് ലക്ഷ്മി. സത്യം പറഞ്ഞാൽ ലക്ഷ്മി എന്താണ് അവിടെ ഷോ കാണിക്കുന്നത് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നല്ലോ ചേച്ചി. അപ്പൊ ആര്യൻ തോറ്റുപോയി. ആര്യനായിരുന്നു ജയിക്കേണ്ടത് സീരിയസ് ആയിട്ട് ചേച്ചി. കാരണം നമുക്ക് കുറച്ചെങ്കിലും കൈ ബെൻഡ് ആവാതെ പിടിച്ചിരുന്നത് ആര്യൻ തന്നെയായിരുന്നു. അതിലൊരു പിക്ചർ തന്നെ പലരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സാബുവിന്റെ ഹാൻഡ് ഇങ്ങനെയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അനുമോള് പിന്നെ സ്റ്റാർട്ടിങ് ഇങ്ങനെയായിരുന്നു, ഇറങ്ങി പോവാമായിരുന്നു അനുമോൾക്ക് പോകുന്നു. അതുകൊണ്ട് മോള് ഇടയ്ക്ക് ക്യാമറയിൽ പോയി നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, ബിഗ് ബോസ് ഞാൻ ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടില്ലല്ലോ, എന്നെ ഒന്ന് ക്യാപ്റ്റൻ ആക്ക് ബിഗ് ബോസ്. വെറുതെ ചോറുണ്ടാകുന്നു, അത് വേണ്ട. എനിക്കറിയാം ഇവരെ കൂടെ കളിച്ചിട്ട് ഞാൻ എന്തായാലും ജയിക്കാൻ പോകുന്നില്ലെന്ന് അറിയാം. നമ്മള് തിരിച്ച് നമ്മുടെ എവിക്ഷൻ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞ ലക്ഷ്മിയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ ആര്യന്റെ പുറകെ നടന്ന് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഷോ ചേച്ചി, ഒരു ആവശ്യവും ഇല്ല. ആര്യൻ ലൂസർ, ഇത് തന്നെ ഒരേ ഡയലോഗ് കുറെ നേരം വലിയ രീതിയിൽ ഉറച്ച് പുള്ളിക്കാരി അവിടെ ഉണ്ടെന്നുള്ളത് അറിയിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് അറിയിക്കണ്ടേ, ഞാനിവിടെ ഉണ്ടേ ലക്ഷ്മി, സാബു ചേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയല്ലോ. അതുകൊണ്ടാണ് ഇന്നലെ കാണിച്ചതെല്ലാം പക്കാ ഷോ ആയിരുന്നു. പിന്നെ വേറൊരു തെറ്റ് കാണിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൈ ഒരെണ്ണം കയറിൽ പിടിച്ചേക്കുവാണ്. അപ്പോൾ ഫുഡ് എന്തോ എടുത്ത് കഴിച്ചാൽ ഒരു ചിക്കൻ പീസ് എങ്ങനെ എന്തോ ആണ് എടുത്തെന്ന് തോന്നുന്നത്. എൻ്റെ ഈശ്വരൻ, ആ പയ്യൻ്റെ ആര്യൻ്റെ ഫുഡ് വലിച്ചു പിടിച്ച് വാങ്ങിച്ച് കൊണ്ടുപോയി മാറ്റി വെച്ചു. ലക്ഷ്മിക്ക് തോന്നിയാസങ്ങൾ കാണിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇപ്പൊ ലക്ഷ്മി കാണിച്ചിരിക്കുന്നത്. ഒരു ധാർഷ്ട്യം, ഒരു അഹങ്കാരം, ആ ഒരു ഭാവം തന്നെയാണ് പുള്ളിക്കാരി. വേറൊരു കാര്യം ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അക്ബറൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ളത് കുത്തിത്തിരിപ്പെന്ന് പറയുന്നത് ബിന്നീനെയാണ്. യഥാർത്ഥ കുത്തിത്തിരിപ്പായിട്ട് എനിക്കിപ്പം തോന്നുന്നത് ലക്ഷ്മിനെയാണ്. ലക്ഷ്മിക്ക് കണ്ടിട്ടില്ല കാര്യം വേറൊന്നും മറ്റൊന്നുമല്ല. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമായിരുന്നു, മറ്റേ ഇവർക്കൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ഷാനവാസ് കൊളാക്കി. പക്ഷേ ലക്ഷ്മിക്ക് ഷാനവാസിന്റെ മുന്നിൽ ഒരു നല്ല പിള്ള ചമയാൻ വേണ്ടിട്ട് ഉടനെ പറയുന്നുണ്ട് അക്ബറാണ് ഷാനവാസിന് പറഞ്ഞത്. അതെ, നമ്മൾ പോലും ചിന്തിച്ചത് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചു നോക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു മനഃപൂർവ്വം ഷാനവാസ് എന്തായാലും ആ ഗെയിം ചെയ്യില്ല എന്ന് അക്ബറിന് നല്ലവണ്ണം അറിയാതെ ഒരിക്കലുമല്ല. അങ്ങനെ ഒരു ഷാനവാസിന്റെ മുന്നിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് വേണ്ടാന്ന്, പക്ഷേ അക്ബറാണ് സമ്മതിക്കാത്തത്. വെറുതെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ പറയട്ടെ, നമ്മള് പ്രേക്ഷകർ പോലും അത്തരത്തിലൊരു കാര്യം ചിന്തിച്ചില്ല. കാരണം അക്ബറിനെ നമ്മൾ പറഞ്ഞു, എങ്ങനെ അക്ബർ വേറെ ആരെങ്കിലും പറയാമായിരുന്നു. ഷാനവാസിനെയാണ് അക്ബർ പറഞ്ഞതെങ്കിൽ പോലും അവര് ടീമായിട്ടാണ് ഡിസൈഡ് ചെയ്തത് അവസാനം ഷാനവാസ് മതിയെന്ന്. പക്ഷെ അവിടെ എത്തിയപ്പോ ഷാനവാസിന്റെ മുന്നിൽ തനിക്ക് എന്തോ നല്ല പിള്ള ചമയണമെന്നുള്ളതിന് വേണ്ടിയിട്ട് മാത്രം. അത് ഷാനവാസിന്റെ മുന്നിൽ മാത്രമല്ല, അനീഷിന്റെ അടുത്ത് പോയി ഒന്ന് സംസാരിക്കുമ്പോഴായിരുന്നാലും ആദിലയോടായിരുന്നാലും എന്തോ പുള്ളിക്കാരി നല്ല ഒരു വ്യക്തിയാണ്. ഞാൻ ആരെയും സംബന്ധിച്ചിടത്തോളം ഒരു കാഴ്ചപ്പാട് നിൽക്കുന്ന രീതിയിലായിട്ടാണ്. അത് മാത്രമല്ല, മനസ്സുകൊണ്ട് പുള്ളിക്കാരത്തി പറയുന്നത് ലക്ഷ്മി പെർഫെക്റ്റ് ആണ്,
നല്ലൊരു ഗെയിമറാണ്, സ്ട്രോങ്ങറാണ്, എല്ലാം കൊണ്ട്. പുള്ളിക്കാരി ഇരിക്കുന്ന അതെ, അതുല്യ അടുത്ത് വരുമ്പോ അതുല്യെ സപ്പോർട്ട് ചെയ്ത് മേരിക്ക് പറയും, എന്നോട് വരുമ്പോ എന്നെ മെഴുക്കി പറയും എന്നുള്ളത് പോലെയാണ്. ഈ ഷാനവാസുമായിട്ടുള്ള ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, നിങ്ങൾ ഷാനവാസിനെ പിണക്കരുത്, പുള്ളിക്കാരന് നല്ല ഫാൻ ബേസ് പുറത്തുള്ളത്, നിങ്ങൾക്ക് ഈ ദോഷം ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോഴ് അതിലേക്ക് ചിന്തിക്കും, ഓ ഇത്രയും നല്ല മനസ്സിനുടമയായിരുന്നു ലക്ഷ്മി. അടുത്ത് ജയിലിൽ കിടക്കുമ്പോൾ അനീഷിനോട് എങ്ങനെയാണ് നല്ലൊരു വ്യക്തിയാണ് ഷാനവാസ്, അപ്പൊ അനീഷിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും, ഓ ലക്ഷ്മി ഇത്രയും നല്ല വ്യക്തി. ഇല്ല, ആര്യനോട് പറയുന്നു, അക്ബറിനോട്, എന്തോ പുള്ളിക്കാരി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതാണ് ഗെയിം എന്നാണ് പുള്ളിയുടെ വിചാരം, ഇതാണ് ഗെയിം. അതായത് സാധാരണക്കാർക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതാ ഞാൻ പിന്നെ ഈ എല്ലാവരടുത്തും 9 പേരെടുത്തും നടന്നു 9 കാര്യങ്ങൾ അവരെല്ലാം ഭയങ്കരമായിട്ട് നല്ല സോപ്പിട്ട് പതച്ചു വെക്കുകയാണ്. അതാണ് ഗെയിം എന്നാണ് പുള്ളിക്കാരി. പക്ഷെ പൊട്ട ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇനി ഒരു സെക്കൻഡ് എവിക്ഷൻ ആരായിരിക്കും എന്ന് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഹൈ ചാൻസ് തോന്നുന്നത് നൂറൈനെയാണ്. അതിൽ ഇത്തവണ എവിക്ഷനിലില്ല, ഒരു എവിക്ഷൻ നടക്കുമെന്ന് അറിയില്ല നൂറയുടേത്. എന്നിരുന്നാലും ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് നൂറ പുറത്ത് പോകട്ടെ എന്നാണ്. ഒരു ഗെയിമും കളിക്കുന്നില്ല, മറ്റൊന്നുമല്ല, ആരോ ഈ ജയിൽ നോമിനേഷനോ എന്തോ ഒരു വന്ന സമയത്ത് പറയുന്നുണ്ട്, അക്ബർ ആണെന്ന് തോന്നുന്നു ചേച്ചി, നൂറ എന്തോ ഇവിടെ പിക്നിക് വന്നത് പോലെയാണ് പറയുന്നുണ്ടല്ലോ, മൂന്നാർ പോണോ കപ്പ് വേണോ എന്ന് ചോദിച്ചിട്ട്. അത് നൂറേനെയൊക്കെ തന്നെ ഉദ്ദേശിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊന്നുമല്ല, ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല. ഇടയ്ക്ക് ബേബി 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 എന്ന് വിളിച്ചുകൊണ്ട് ആദ്ലിയുടെ പിന്നാലെ നടക്കും, അനിമോളുടെ പിന്നാലെ നടക്കും, അല്ലെങ്കിൽ അവിടെ ഇരിക്കും ഫുഡ് കഴിക്കാൻ. ഇന്നലെ നൂറ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ചേച്ചി. ഇന്നലെ ഒരു ക്യാപ്റ്റൻ ടാസ്ക് നടന്നല്ലോ, അതിനിടയ്ക്ക് നമ്മുടെ നെവിൻ കാണിച്ചത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു മറിഞ്ഞു എന്നുള്ളതാണ്. നെവിന് ഇതൊക്കെ എവിടെ നിന്ന് ഇത്രയും ബുദ്ധി കിട്ടുന്നു എന്നുള്ളതാണ്. 3 പേരും കൂടെ കയറ് പിടിച്ചു, അതിന്റെ നടുക്കൂടെ ചെന്ന് ആ കയറിന്റെ പാത്രം കഴുകാനൊക്കെ സ്ട്രാറ്റജിയാണ് ചേച്ചി. ഇത് ഇപ്പം പലരും പറയുന്നുണ്ട് നെവിൻ മേ ബി ഔട്ട് ആവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ആ ഷോയ്ക്കകത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നെങ്കിൽ അത് നെവിൻ മാത്രമേ ഉള്ളൂ. കാരണം പുള്ളിക്കാരനാണ് ഇപ്പം ആര്യന് ആ കോയിൻ കൊടുത്ത ടാസ്ക് ആയിരുന്നാലും പുള്ളിക്കാരന്റെ ഒരൊറ്റ തോട്ട് കാരണം മാത്രമാണ് അതിലെ വിന്നർ മാറി. അല്ലെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം അനിമോൾ ആയിരിക്കും ആ ടാസ്ക് ജയിക്കുക. പക്ഷെ അനിമോള് ജയിക്കരുത്, വേറൊരു രീതിയിൽ ആ ഗെയിം കൊണ്ട് പോകണം. ഇന്നലെയും അത് തന്നെയായിരുന്നു. ചെന്ന് അടുക്കളയിൽ അതിനെ മാറി അനിമോൾ അതിനെ തിരിച്ചു കൊണ്ടുവന്നു, കണ്ടന്റ് നല്ല രീതിയിൽ കിച്ചണിൽ കയറി കിടന്നു. എന്നിട്ട് അവസാനം അതിലെ ചെന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസെ നമ്മുടെ നെവിൻ ഇതിനെ കുളമാക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ആദിലെ നോക്കി ചെയ്യണമെന്ന് അവസാനം ആദിലെ പിടിച്ച് വിട്ടപ്പോൾ ചെയ്ത കാര്യം എന്തെന്നറിയാവോ, ഓടിച്ചെന്ന് അനിമോളെ കാട്ടിലേക്ക് കയറി കിടന്നു. അതിന് പുള്ളിക്കാരൻ അറിയാം എങ്ങനെയാണ് ആ ഷോയ്ക്കകത്ത്. നമുക്ക് അഖിൽമാരാറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മൾ അഖിൽമാരാറ് മാത്രം നോക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴക്കുകളൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഒരു രസകരമായിട്ടുള്ള ഒരു രീതിയിൽ കണ്ടന്റ് ഈ ഒരു കോമാളിത്തരം കണ്ടുകൊണ്ട് നമ്മൾ മണ്ടന്മാരായിട്ട് ഇരിക്കുമ്പോഴേ ഇവ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പൊ വേറൊരു കാര്യം എടുത്തു പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച നടന്ന സീക്രട്ട് ടാസ്ക് എടുത്തിരുന്നാൽ പോലും അവിടെ ഒരു സീക്രട്ട് ടാസ്ക് നടക്കുന്നുവെന്ന് അല്ലാണ്ട് മനസ്സിലാക്കിയത് നെവിൻ മാത്രമാണ്. കാരണം ബിഗ് ബോസ് വെറുതെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചപ്പം നെവിൻ തന്നെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും സീക്രട്ട് ടാസ്ക് തരാൻ വേണ്ടിയിട്ടാണോ, എനിക്ക് കൊതിയാവുന്നുണ്ട്. പുള്ളിക്കാരന് നല്ല രീതിയിൽ അറിയാം എന്താണ് ആ ബിഗ് ബോസിനകത്ത് നടക്കുന്നത്, എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്, എങ്ങനെയാണ് കണ്ടന്റ് ഉണ്ടാക്കേണ്ടത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് ഫുഡിനോട് ഭയങ്കര ക്രേസ് ആണെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ ഒരു ടാസ്ക് കിട്ടി നല്ല രീതിയിൽ ചെയ്യും. ഇന്നലെ ഒരു യോഗ എക്സസൈസ് ഉണ്ടായിരുന്നു, അത് ഇതിലും രസമാണ്. എങ്ങനെ ക്യാമറ അവനെ സൂം ചെയ്യും, കാരണം എല്ലാരും കമിഴ്ന്ന് കിടന്ന് എക്സസൈസ് ചെയ്യുമ്പോ വെറുതെ നിൽക്കുന്നുണ്ട്, ലാസ്റ്റ് തീരാറാകുമ്പോ ആ ഒരു എക്സസൈസ് മാത്രം കാണിക്കുന്നത്. എങ്ങനെയായിരുന്നാലും നമ്മൾ ചിരിച്ചു പോകും, കാരണം ഇങ്ങനെ എല്ലാരെയും വാച്ച് ചെയ്ത് നിൽക്കുവാണെങ്കിൽ. എക്സ്പ്രഷൻ ഉണ്ട്, കുറെ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്, അതും സഡൻ ആയിട്ട് പെട്ടെന്ന് വന്ന് പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ ദിവസം ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡിലായിരുന്നാലും കണ്ടിരുന്നത്.
ലാലേട്ടൻ വിളിച്ച് നിർത്തുമ്പോഴത്തേക്ക് മുഖത്ത് എന്തൊക്കെ ഭാവ വ്യത്യാസങ്ങളാ വരുത്തുന്നത്. അനുമോൾ അഭിനയിച്ച സമയത്തൊക്കെ കാണുന്നുണ്ട്, പക്കാ കറക്റ്റ് അതുപോലെ അവൻ ചെയ്യുന്നുണ്ട്. എന്തായാലും നെവിൻ എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ച എവിക്റ്റ് ആവുമെന്ന്. നെവിൻ ടോപ്പ് 5 എന്തായാലും ഉണ്ടാവും തന്നെയാണ് എന്റെ ഒരു പ്രൊഡക്ഷൻ. ഇതിലിപ്പോ എവിക്ഷനിൽ പോവാണെങ്കിൽ ഇപ്പൊ അതുല്യ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ നൂറ, ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ നൂറയിൽ രണ്ടുപേരും കാരണം നൂറ പോട്ടെ എന്ന് തന്നെയാണ്. ലക്ഷ്മിയെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഒരു കണ്ടന്റ് നൂറ ചുമ്മാ ഓവർ ഒരു ക്യൂട്ട്നെസ്. അനുമോള് ചിക്കൻ വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പീസ് എടുത്ത് കഴിക്കുക ഒളിച്ച്. അതല്ല എന്തായാലും ഇപ്പൊ അത് ഇത് ബിഗ് ബോസ് ചോദിക്കും. കാരണം ഇന്നലെ ചിക്കൻ കറി വെച്ചപ്പോൾ അതിൽ നിന്നൊരു കറി അപ്പൊ അതിൽ നിന്ന് പതുക്കെ അനുമോൾ എടുത്ത് ഇവക്ക് കൊടുക്കുന്നു. അവൾ അവിടെ ഒളിച്ച് നിന്ന് ബേബി പറഞ്ഞ് രണ്ടുപേരും കൂടെ കഴിക്കുന്നത്. അതെന്തായാലും ബിഗ് ബോസ് കാണുമെന്ന് തോന്നുന്നു. പക്ഷെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയാതെ ഒന്നിനും ഇല്ലാണ്ട് ഗ്ലാമർ മാത്രം വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് കിട്ടില്ലല്ലോ, ഗെയിമറും ആവൂല. അപ്പൊ നമ്മുടെ നൂറ, ലക്ഷ്മി, പിന്നെ പോവേണ്ടത് മറ്റേ നമ്മുടെ ഷാനവാസ്. ഇതൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഒരു അക്ബറും പോകുന്ന തോന്നില്ല. നല്ല ഗെയിം ആണ്. ആര്യനെ എടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഇന്നലെ ആര്യൻ അത് പറഞ്ഞു. ആരോ എന്തോ പറഞ്ഞിട്ട് പറഞ്ഞു ഈ കയറ് മാറ്റി പിടിക്കാനായിട്ട് നീ അക്ബറിനെ കൊണ്ടുവന്നു. എനിക്ക് അക്ബർ ഉക്ബർ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ഇനി എനിക്ക് കളിക്കാൻ അറിയാമെന്നുള്ളതാണ്. പുള്ളിക്കാരന് എന്ത് ടാസ്ക് കൊടുത്താലും നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. ആര്യൻ ചെയ്യുന്നുണ്ട്. അക്ബർ എടുത്തിരുന്നാലും പുള്ളിക്കാരൻ ഒരു കുറച്ച് ഷാഡോയിൽ നടന്നു ജിസേലിന്റെ ഇതില്. ഇപ്പൊ പിന്നെ ബെറ്റർ ആയിട്ടുണ്ട്. ഇത് അറിഞ്ഞെങ്കിൽ നേരത്തെ അങ്ങ് ജിസേലിനെ വെളിയിൽ കളയായിരുന്നു. നല്ല രീതിയിൽ പുള്ളിക്കാരന്റെ ഗെയിമെങ്കിലും നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ പറയുമെങ്കിലും ജെനുവിൻ പ്ലെയർ ആയിട്ടാ തോന്നിയിട്ടുള്ളത്. അവർക്ക് ഗ്രൂപ്പിസോ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പലർക്കും ഗെയിമിന്റെ ഭാഗം. പക്ഷേ ഷാനവാസിനെ പോലെ അത്രയും നിലവാരം കുറഞ്ഞു കാണിക്കുന്നില്ല. നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു നാണക്കേട് തോന്നുന്നു ഷാനവാസ് കാണിക്കുന്ന പലതും. അയ്യേ നാണക്കേടല്ലേ എന്നുള്ളത്. അതെ. അപ്പം ഇനി എന്തോ പറയാനായിട്ട് ഈ ഷാഡോസിനെയും അതും ഇതൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞ് ശുദ്ധീകരിച്ച് വരുമ്പോൾ ഒരു 5 പേര് എന്തായാലും ഈ 5 ടോപ്പ് 5 5 എന്തായാലും നമ്മുടെ നെവിൻ വരും. മേ ബി നെവിൻ, അനീഷ്, അക്ബർ, ആര്യൻ, അനുമോൾ. അതെ, ഇത്രേ ഉള്ളൂ. നമ്മുടെ മറ്റേ പയ്യൻ പാവം ഒരു സത്യസന്ധനായ ഒരു നിർഗുണനായ ഒരു ഉണ്ണി ഉണ്ടല്ലോ, അത് ഇപ്പൊ ഈ ആഴ്ച ക്യാപ്റ്റൻ ആണ്. അല്ല ഇപ്പൊ ക്യാപ്റ്റൻ കുറച്ച് മാറ്റം ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. പറയാൻ പറ്റില്ല. പക്ഷെ വൈൽഡ് കാർഡ് എൻട്രിക്ക് കപ്പില്ലല്ലോ, 100 ദിവസം നിൽക്കാത്തത് കൊണ്ട് അവർക്ക് കപ്പില്ല. അതുകൊണ്ട് നല്ലൊരു ഗെയിം പ്ലെയർ ആണ്. പക്ഷേ കാരണം നല്ലൊരു മനസ്സിനുടമ. അനാവശ്യം പറയുന്നില്ല. പോണ്ടെന്നും പറയും. പക്ഷെ ഇന്നലെ തന്നെ ഒരു ചായയുടെ പ്രശ്നത്തിൽ കണ്ടില്ലേ, അക്ബറിന്റെ ചായ കപ്പ് ഇങ്ങോട്ട് വെക്കുക അങ്ങനെ എന്തോ പറഞ്ഞതിൽ പാവത്തിന് ചായ കൊടുക്കില്ലെന്നു. അവന് വേണ്ട 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 കുഴപ്പമില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അവന് അയ്യോ വേണ്ട വേണ്ട എന്നെ കാരണം പ്രശ്നം വേണ്ട, ഞാൻ വിട്ടു. തെറി വിളിക്കില്ല, ആരോടും തെറി വിളിക്കുന്നില്ല. എല്ലാ നല്ല ടാസ്കും നല്ല അടിപൊളിയായിട്ട് ചെയ്യും. ഫുഡിലാണെങ്കിലും വിഷമമില്ല, കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഒരു കുറ്റം പറയാൻ ആരോടും ഇല്ല, കുറ്റം പറയാനില്ല, നുണ പറയാനില്ല, വേറെ പ്രശ്നങ്ങൾക്കൊന്നുമില്ല, കുത്തിത്തിരിപ്പോ യാതൊന്നുമില്ല. സത്യസന്ധനായ ഒരുത്തൻ, സത്യസന്ധനായ ഉണ്ണി. ആ ഉണ്ണി ഈ ആഴ്ച എന്തായാലും എവിക്റ്റ് ആവത്തില്ല. ഉണ്ടാകും. ചിലപ്പോ പറയാൻ പറ്റില്ല, ടോപ്പ് 5 ചിലപ്പോ കയറി വരുമോ ഇല്ലെന്നൊന്നും പറയാം. എല്ലാം ട്വിസ്റ്റ് ആണല്ലോ സീസൺ 7. അതെ. എന്തായാലും ഞങ്ങളോട് പ്രൊഡിക്ഷൻ വെച്ചിട്ട് ലക്ഷ്മി ഓർ നൂറ ആരെങ്കിലും ആയിരിക്കും പോവാൻ പോകുന്നത്. നിങ്ങളുടെ കമന്റ് ഇടണം അല്ലേ. ഞങ്ങള് പ്രൊഡക്റ്റ് ചെയ്തതുപോലെയാണ് സംഭവിക്കുകയെങ്കിൽ നിങ്ങളൊന്ന് കമന്റ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതുപോലെ ആയിരുന്നു നടന്നത്. പക്ഷെ നിങ്ങളുടെ ആരെയും കമന്റ് ഒന്നും കണ്ടില്ല എന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും ഇത്തവണ നിങ്ങൾ കമന്റ് ഇടുക, നമ്മൾ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള. ഇനി നമ്മൾ വേറെ ആരെയും കണ്ടോ അല്ലെങ്കിൽ PR വർക്കോ ചെയ്തൊന്നും അല്ലല്ലേ. ദയവേത് നിങ്ങൾ ഈ PR വർക്ക് നമ്മൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, ഇവർക്ക് നമ്മൾ നമുക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. നമ്മുടേതായിട്ടുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നു, നമ്മൾ കാണുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തൊരു ചർച്ചയ്ക്ക് വരുന്നത് വരെ ബൈ.